നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 27-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഇന്ന് ഉദയനക്ഷത്രം. അപ്പോൾ തിരുവാതിര നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രം, അതുപോലെ ഞായറാഴ്ച, അപ്പോൾ ഇതൊക്കെ കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. കാരണം ഒരു ആഴ്ച തന്നെ സൂര്യവാരം, സൂര്യൻ്റെ ദിവസം, അന്ന് നക്ഷത്രദേവൻ്റെ ദിവസം ആയതുകൊണ്ടാണ് സൂര്യനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും സപ്പോർട്ട്, അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ചൈതന്യം കൊടുക്കണേ. ഭൂമിക്ക് മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് തന്നെ സൂര്യൻ്റെ ശക്തിയാലാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നാഥനും കൂടിയാണ് സൂര്യൻ, നക്ഷത്രദേവനാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് അന്ന് നല്ല നക്ഷത്രം കൂടി വരിക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഐശ്വര്യഫലങ്ങൾ വന്നു ചേരും. അങ്ങനെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യത്തിന് വേണം ഇറങ്ങാം? അവധി ദിവസമാണ്. എന്തുകൊണ്ട് ഞായറാഴ്ച തന്നെ അവധിയാക്കി വച്ചു എന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ദിവസമാണ്. ഏറ്റവും ശക്തി ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് കുടുംബസമേതം സന്തോഷത്തോടു കൂടി സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച തന്നെ അറിവുള്ളവർ അവധിയായി പ്രഖ്യാപിച്ചത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ പ്രകാശത്തെ തരുന്നവനാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പുരോഗതി വന്നു ചേരും. ജോലിയിൽ പുരോഗതി വരും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ വിജയം ഉണ്ടാവും, ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതിയിലേക്ക് വരും, അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്കത് വിജയസാധ്യത ഉണ്ടാവും. അതിന് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വന്നിരിക്കുന്ന ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി വേണം യാത്രയ്ക്ക് പോകാൻ. ഈ രാഹുകാലം അല്ലെങ്കിൽ ഗുളികകാലം, യമകണ്ഠകാലം പറയുന്നത് വെച്ചാൽ ഇതൊക്കെ എല്ലാം നമ്മൾ വാങ്ങുന്ന കലണ്ടറിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ സൂര്യനെ ആസ്പദമാക്കിയിട്ട് എഴുതി വയ്ക്കുമ്പോൾ കോമൺ ആയിട്ട് എഴുതി വയ്ക്കും. അന്ന് 4:30 മണി മുതൽ 6 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ രാഹുകാല സമയം തുടങ്ങുന്നത് ശരിക്ക് 5 മണി 1 മിനിറ്റ് തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ 4:00 എന്ന് എഴുതി വെച്ചത് നമ്മൾ 4:00 കഴിഞ്ഞ ഉടനെ ഇറങ്ങുമ്പോൾ അത് രാഹുകാലത്തിൽ അല്ല ഇറങ്ങണത്. 5 മണി 1 മിനിറ്റ് വരെ അതിനകത്ത് വെച്ച് ഇറങ്ങിയാൽ അത് രാഹുകാലത്തിലല്ല. രാഹുകാലം തീരുന്നത് എപ്പോഴാണ്? 6 മണിക്ക് തീരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും 6 മണി 28 മിനിറ്റ് ആവുമ്പോഴേ രാഹുകാലം തീരുള്ളൂ. അപ്പോൾ നമ്മൾ അയ്യോ രാഹുകാലം 6 മണി വരെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ 6 കഴിഞ്ഞ ഉടനെ ഇറങ്ങിയാൽ രാഹുകാലത്തിനാണ് ഇറങ്ങുന്നത്. 6:28 കഴിഞ്ഞാലേ രാഹുകാല സമയം തീരുള്ളൂ. അതുവരെ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, രാഹുകാലം യാത്രയ്ക്ക് നല്ലതല്ല. അവധി ദിവസമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ടിങ്ങിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ ഇറങ്ങി സന്തോഷത്തോടെ ഇറങ്ങുന്ന നമുക്ക് വഴിയിൽ കിടന്ന് അല്ലെങ്കിൽ രാഹുകാല സമയത്താണെങ്കിൽ ഇഴച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ കാരണം.
അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയത്തിനും പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് 3:33 മുതൽ 5 മണി വരെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയം 12:39 തൊട്ട് 2:06 വരെയാണ് യമകണ്ഠകാല സമയം. ഈ സമയം നമുക്ക് ഒരു കാര്യത്തിനും എടുക്കരുത്. കാരണം പ്രപഞ്ചം തന്നെ ഗുളികനും യമകണ്ഠനുമായിട്ട് വീതിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പ്രഭാവം ആ സമയത്തുണ്ടാവും. അതുകൊണ്ട് അത് അവരുടെ സമയത്തിൽ കയറി നമ്മൾ കൈ വയ്ക്കാതിരിക്കുക. നമുക്കല്ലാതെ തന്നെ ധാരാളം സമയമുണ്ട്. യാത്രയ്ക്ക് മാത്രമേ ഈ രാവുകാലം നോക്കേണ്ടതുള്ളൂ. അതിലേറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 12:15 തൊട്ട് 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ 48 മിനിറ്റ് നേരത്തിനിടയ്ക്ക് 4 മിനിറ്റ് മാത്രമേ ഇടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ. ഈ സമയം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം, എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ഈ എനർജി ബോഡിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള കളറോ അല്ലെങ്കിൽ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രത്തിൽ ഇത്തരം കളറുകൾ ഉൾപ്പെടുത്തി ധരിക്കുന്നത് നമ്മളിലേക്ക് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.